ഉത്തർപ്രദേശ് നൽകുന്ന ഉത്തരമെന്ത് എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ ജോർജ് കുര്യൻ, എന്താണ് BJPക്ക് ഇത്ര തിളക്കമാർന്ന വിജയം UPയിൽ സമ്മാനിച്ചത് എന്നാണ് നിങ്ങളുടെ ഒരു വിലയിരുത്തൽ? വേണു, അത് കഴിഞ്ഞ 2 വർഷ കാലഘട്ടമായിട്ട് സംഘടനാ തലത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഏതാണ്ട് 4 കോടിയോളം ജൻധൻ അക്കൗണ്ടുകൾ സംഘടനാ തലത്തിൽ ഇടപെട്ടിട്ട് അവിടെ ജനങ്ങളെ കൊണ്ട് എടുപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ 1.5 കോടിയോളം പ്രധാനമന്ത്രി സുരക്ഷാ യോജന 12 രൂപയുടെ ഇൻഷുറൻസ് പദ്ധതി, 52 ലക്ഷം സൗജന്യ ഗ്യാസ് കണക്ഷനുകൾ, ഏതാണ്ട് 33 ലക്ഷത്തോളം നമ്മുടെ മുദ്രാ ലോണുകൾ 12,500 കോടി രൂപയുടെ, ഇത്രയും കാര്യങ്ങൾ ഏതാണ്ട് സംഘടനാ തലത്തിൽ അവിടെ കഴിഞ്ഞ 2 വർഷം കൊണ്ട് ചെയ്തിരുന്നു, ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട്. ഇതുകൊണ്ട് മാത്രം ജയിക്കണമെന്നില്ല. എല്ലാ രാഷ്ട്രീയ വിജയങ്ങൾക്ക് പിന്നിലും ചില ടേണിംഗ് പോയിന്റുകളുണ്ട്. UPയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ടേണിംഗ് പോയിന്റ് സർജിക്കൽ സ്ട്രൈക്കായിരുന്നു. അത് UPയിലാണ് ഏറ്റവും കൂടുതൽ സ്വാഗതം ചെയ്തത്. UPയിലെ ജനങ്ങളാണ് അതിലേറ്റവും കൂടുതൽ സന്തോഷിച്ചത്. ഇങ്ങനെയുള്ള കാര്യത്തിൽ രാഷ്ട്രീയം കലർത്താവോ എന്ന് ചോദിക്കും. പക്ഷേ ആഗോളതലത്തിൽ തന്നെ രാജ്യസ്നേഹ പ്രേരിതമായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്, ആ ഭരണാധികാരിയെ ഇഷ്ടപ്പെടുന്നുണ്ട്. രണ്ടാമത്തെ ടേണിംഗ് പോയിന്റ്, ഒരു ഇലക്ഷൻ വരുമ്പോൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമെന്ന് പറഞ്ഞ ഡീമോണിറ്റൈസേഷൻ. കാരണം ജനങ്ങൾ ക്യൂ നിൽക്കുന്നു, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു, അങ്ങനെ പറഞ്ഞ കാര്യം. പക്ഷേ വിചിത്രമെന്ന് പറയട്ടെ, ആ ഡീമോണിറ്റൈസേഷൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യയിൽ മുഴുവൻ BJPക്ക് അനുകൂലമായിട്ടുള്ള ഇലക്ഷൻ സാഹചര്യം, ഇലക്ഷൻ വിജയമുണ്ടായി. അതായത് ഗുജറാത്തിലെ പട്ടേൽ സമരത്തിന് ശേഷം ഏതാണ്ട് തിരിച്ചടി നേരിട്ടുകൊണ്ടിരുന്ന ഗുജറാത്തിൽ ഉൾപ്പെടെ. അതിൻ്റെ പ്രധാന കാരണം BJPയുടെ രാഷ്ട്രീയ പ്രതിയോഗികളാണ്. എല്ലായിടത്തും നമ്മൾ കേട്ട ഒരു ചോദ്യം, 24,000 രൂപ കൊണ്ട് ഒരാഴ്ച എങ്ങനെ ജീവിക്കുമെന്നാണ്. ഉത്തരേന്ത്യയിലെ പാവപ്പെട്ടവർ ഒരാഴ്ചയിൽ 240 രൂപ പോലും ഇല്ലാതെ ജീവിക്കുന്നവർ ഇത് കേട്ടു. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം അവൻ മനസ്സിലാക്കി. അത് അവൻ്റെ മനസ്സിൽ കൊണ്ടു. മോഡി തീർച്ചയായിട്ടും തങ്ങൾക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്, കള്ളപ്പണത്തിനെതിരായിട്ടാണ്, തങ്ങളുടെ അന്നത്തിന് വേണ്ടിയാണ്, തങ്ങളുടെ വീടിന് വേണ്ടിയാണ്, തങ്ങളുടെ മക്കളുടെ ആരോഗ്യത്തിന് വേണ്ടിയാണെന്ന് അവർ ധരിച്ചു. അതാണ് രണ്ടാമത്തെ ടേണിംഗ് പോയിന്റ്. അത് UPയിലും BJPക്ക് അനുകൂലമാക്കി മാറ്റി. മൂന്നാമത്തത്, അത് അഖിലേഷ് യാദവ് അച്ഛനെ അഴിമതിക്കാരനാക്കിയിട്ട് ഇമേജ് സൃഷ്ടിച്ചതിന് ശേഷം കോൺഗ്രസുമായിട്ടുണ്ടാക്കിയ സഖ്യമാണ്. അതായത് അവിടെ ഭരണവിരുദ്ധ വികാരവും അഴിമതിയും കൂടെ ഒരുമിച്ച് ചേർന്നു. അതിനെ അതിവിദഗ്ധമായിട്ട് BJPക്ക് ചോദ്യം ചെയ്യുവാൻ സാധിച്ചു. അതിന് മറുപടി പറയുവാൻ അഖിലേഷ് യാദവിന് സാധിച്ചില്ല. 2014 ഇലക്ഷൻ്റെ പതർച്ചയിൽ നിന്ന് എഴുന്നേറ്റ് വരുവാൻ മായാവതിക്കും സാധിച്ചില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഘടകങ്ങളെല്ലാം കൂടി അടിസ്ഥാനപരമായിട്ട് പാവപ്പെട്ടവൻ്റെ വിഷയങ്ങൾ അത് ജനങ്ങളെ സമീപിച്ചുകൊണ്ട് അത് ജനങ്ങളിൽ എത്തിച്ചു. കേന്ദ്ര സർക്കാരിൻ്റെ നേട്ടങ്ങൾ, രണ്ടാമത് പറഞ്ഞ ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം തന്നെ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ട് വന്നു. ശരി, ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. 8:30 വരെ ഈ ചർച്ചയിൽ ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ ഉള്ളൂ എന്നതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിലേക്ക് പോവുകയാണ്. അടുത്തതായി ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ UP രാഷ്ട്രീയത്തെ നേർക്കുനേർ കണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് താങ്കൾ. മാധ്യമപ്രവർത്തകർ നടത്തിയ രാഷ്ട്രീയ വിശകലനങ്ങളെ പോലും ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഫലപ്രഖ്യാപനമല്ലേ UPയിൽ നിന്ന് വന്നത്? എന്തുകൊണ്ടാകാം ഇത്ര അത്ഭുതകരമായ ഒരു വരവ് BJPക്ക് UPയിൽ നിന്നുണ്ടാകുമെന്ന് ആർക്കും കണക്കുകൂട്ടാൻ കഴിയാതെ പോയത്? ആർക്കും കണക്ക് കൂട്ടാൻ കഴിയാതെ പോയതെന്നുള്ളത് ഒരു വലിയ ഫാക്ടറാണ്. ഏറ്റവും മികച്ച എക്സിറ്റ് പോൾ പോലും BJPക്ക് 285 സീറ്റ് മാത്രമേ നൽകിയിട്ടുള്ളൂ. അതിനൊക്കെ മറികടന്നുകൊണ്ട് ഏതാണ്ട് 320 സീറ്റിലേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോഴുള്ളത്. ഇതിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. പക്ഷേ ഞാൻ ഇതിലേറ്റവും നിർണായകമായി കാണുന്ന ഘടകം എന്താണെന്ന് പറഞ്ഞാൽ, ഞാനിതിനെക്കുറിച്ച് എഴുതിയിട്ടുമുണ്ട്. ഇത് 2014
ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സമയത്ത് BJP മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു അജണ്ട, മോദി എന്ന് പറയുന്ന വികസന നായകൻ, അയാൾ ഇന്ത്യയിൽ വികസനത്തിൻ്റെ പുതിയ പാതകൾ തുറക്കാൻ പോകുന്നു. അതോടൊപ്പം പശ്ചിമ ഉത്തർപ്രദേശിൻ്റെ പല ഭാഗങ്ങളിലും നടന്നിട്ടുള്ള വർഗീയ കലാപങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ഹിന്ദുത്വ വികാരം വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള അതിൽ വലിയ രീതിയിൽ വിജയിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം. ഇത് രണ്ടും കൂടി ചേർന്നാണ് 2014 അത്ഭുതകരമായ വിജയം BJPക്ക് UP-യിലുണ്ടായത്. 3 വർഷം കഴിഞ്ഞ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുമ്പോൾ പൊതുവിൽ ഉത്തർപ്രദേശിൽ ഉണ്ടായിരുന്ന ഒരു ധാരണ, ഈ വർഗീയ വികാരവും അതുപോലെ മോദിയുടെ വികസന അജണ്ടയും രണ്ടും അതുപോലെ ഫലിക്കാൻ പോകുന്നില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ, അതായത് 2014 ശേഷം ഉണ്ടായിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായിട്ടുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ പോലെ BJPക്ക് ചുരുങ്ങിയത് 10% വോട്ടെങ്കിലും കുറയും എന്ന ഒരു ധാരണയിലായിരുന്നു രാഷ്ട്രീയ നിരീക്ഷകരെല്ലാവരും ഈ തെരഞ്ഞെടുപ്പിനെ കണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് വോട്ടിംഗ് ഫിഗേഴ്സിനെ കുറിച്ചുള്ള ഏതാണ്ട് ധാരണയുണ്ട്. 39% വോട്ട് എന്തായാലും BJPക്കുണ്ട്. അത് 43% വരെ പോകാമെന്നാണ് അനൗദ്യോഗിക കണക്കുകൾ. 2014 ലഭിച്ചത് 42% വോട്ടാണ്. ഇവിടെ ശ്രീ ജോർജ് വർഗീസ് പറഞ്ഞതുപോലെ ഡിമോണിറ്റൈസേഷൻ്റെ ഒരു പോസിറ്റീവ് എഫക്റ്റ് BJPക്ക് അനുകൂലമായി വന്നിട്ടുണ്ടാവാം. പക്ഷേ ഇതെല്ലാം സംഭവിക്കുന്നത്, ഇതിൻ്റെ ഒരു ഗതിവേഗം സംഭവിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ചതിന് ശേഷമാണ്. ഫെബ്രുവരി 11 UP-യിൽ ആദ്യത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആദ്യത്തെ 7 ഘട്ട വോട്ടെടുപ്പിൽ ആദ്യത്തെ ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത് ഫെബ്രുവരി 11. ഫെബ്രുവരി 10 രണ്ടാം ഘട്ട വോട്ട് നടക്കുന്ന ബിജ്നോറിൽ ഒരു ജാട്ട് യുവാവ് മുസ്ലിങ്ങൾ എന്ന് ആരോപിക്കപ്പെടുന്ന ആൾക്കാരാൽ കൊല്ലപ്പെടുന്നു. അതിനുശേഷമാണ് ഉത്തരേന്ത്യയിൽ എങ്ങോളം ഒരു തരം മതപരമായ ധ്രുവീകരണം നടക്കുന്നത്. ഈ പറയുന്ന ഫാക്ടേഴ്സൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. ഡിമോണിറ്റൈസേഷനെ കുറിച്ച് പാവങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഒരു വികാരം, ഞങ്ങളുടെ ഒരിക്കലും പൈസ ഉണ്ടായിട്ടില്ല, ഇപ്പോൾ ഇപ്പോഴും പൈസ ഇല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇത് പണക്കാർക്ക് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ മോദി സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ഗ്യാസ് കണക്ഷൻ്റെ പരിപാടി, അത് വലിയ രീതിയിൽ പാവപ്പെട്ട ആൾക്കാരുടെ ഇടയിൽ ഒരു സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ജൻധൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അത് എത്രമാത്രം അത് കൂടുതൽ വിലയിരുത്തപ്പെടുന്നുണ്ട്. ജനധൻ്റെ കാര്യത്തിൽ ജൻധൻ അക്കൗണ്ടിൽ പൈസ വരുന്നതും അതിലേക്ക് അത് ഉണ്ടാക്കുന്നത് പോലും എങ്ങനെയാണ്, അത് ബാങ്ക് ഓഫീസർമാർ അവരുടെ 5 വിരലുകൾ ഉപയോഗിച്ച് ഇല്ലാത്ത ആൾക്കാരുടെ പേരിൽ അക്കൗണ്ട് ഉണ്ടാക്കുകയാണെന്നുള്ള ആരോപണങ്ങളൊക്കെ, അതൊക്കെ ഇന്ത്യയിലെ പ്രമുഖമായ പത്രങ്ങൾ, ഇന്ത്യൻ എക്സ്പ്രസ് അടക്കമുള്ള പത്രങ്ങൾ അത് മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒന്നും കാര്യം എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ 2 ഘടകങ്ങളുണ്ട്. പക്ഷേ ഏറ്റവും നിർണായകമായ ഘടകം ഞാൻ കരുതുന്നത് 2014 പോലെ വർഗീയമായൊരു ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടി ഈ ഫെബ്രുവരി 10 കൊലപാതകത്തിന് ശേഷം BJPക്ക് സാധിച്ചു. അതിൻ്റെ പ്രതിഫലനമാണ് നമ്മൾ ഈ വലിയ വിജയത്തിൽ കാണുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ വർഗീസ് ജോർജ്, എന്തായാലും ജാതി സമവാക്യങ്ങൾ നിർണായകമാകും എന്നതാണ് പരമ്പരാഗതമായി UP-യുടെ തെരഞ്ഞെടുപ്പിനെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമായി എല്ലാവരും വിലയിരുത്തിയിട്ടുള്ളത്. അതേ രൂപത്തിൽ തന്നെ ഇത്തവണയും തെരഞ്ഞെടുപ്പ് ഫലം പ്രവർത്തിച്ചു എന്നാണോ താങ്കൾ കരുതുന്നത്? അതോ അങ്ങനെ ജാതി സമവാക്യങ്ങൾ കൂട്ടിക്കെട്ടിക്കൊണ്ട് ഒരു അനുകൂല ഫലമുണ്ടാക്കാൻ SP-യും കോൺഗ്രസും ശ്രമിച്ചു, മറുഭാഗത്ത് BSP-യും ശ്രമിച്ചു? അതല്ലാത്ത തരത്തിൽ പൊതുവായി വലിയൊരു വിഭാഗത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന മുദ്രാവാക്യങ്ങൾ, ഭരണ നവീകരണ നടപടികൾ, ജനാഭിമുഖ്യമുള്ള പദ്ധതികൾ, ഇതെല്ലാമായി വർഗരാഷ്ട്രീയത്തിലേക്കും ഈ ഡിമോണിറ്റൈസേഷനിലൂടെ അതിലേക്ക് കൂടി കടന്നുകൊണ്ടൊരു പുതിയ ധാര BJP തുറക്കുകയുണ്ടായോ? ഏതാണ് താങ്കളുടെ ഒരു വിലയിരുത്തലിൽ പ്രസക്തമായി തോന്നുന്നത്? ഞാൻ യോജിക്കുന്ന വെങ്കടേഷ് രാമകൃഷ്ണൻ്റെ നിലപാടിനോടാണ്. 90-കൾ മുതൽ ഈ UP-യെ പറ്റി പറയുന്ന അതേ കാര്യങ്ങളിലാണ് ഇപ്പോഴും നിൽക്കുന്നതെന്നാണോ? അല്ല, ഇത്തവണ
അഞ്ചാമത്തെ ഘട്ടം മുതൽ യു പിയുടെ ഇലക്ഷൻ ക്യാമ്പയിനിൽ ശക്തമായ വർഗീയപരമായിട്ടുള്ള ചേരിതിരിവ് BJP സൃഷ്ടിച്ചു. പ്രധാനമന്ത്രി മോഡി ഞങ്ങളെ വിളിച്ചത് ഖസാബ് എന്നാണ്. കെ കോൺഗ്രസ്, സ സമാജ്വാദി പാർട്ടി, ബ മായാവതിയുടെ BSP. തീവ്രവാദികളോടാണ് ഇവിടുത്തെ പ്രതിപക്ഷത്തെ അദ്ദേഹം ഉപമിച്ചത്. ആദിത്യ യോഗനാഥ് MP പറഞ്ഞത് 6ാം ഘട്ടത്തിൽ ഹിന്ദുമതത്തിൽ വിശ്വസിക്കാത്തവർ ഇന്ത്യ വിട്ടു പോകണമെന്നാണ്. ഈ രാജ്യത്ത് ആവശ്യം ഗ്രേവ് യാർഡ് അല്ല, ഇവിടെ മറ്റു പല വസ്തുക്കളാണെന്നാണ് അവർ സൂചിപ്പിച്ചത്. അതുകൊണ്ട് തീർച്ചയായിട്ടും 5-6 ഘട്ടങ്ങളിൽ 7ലും കടുത്ത വർഗീയ ചേരിതിരിവ് സൃഷ്ടിച്ചു. പ്രത്യേകിച്ച് ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ പോലും BJP മത്സരിപ്പിച്ചില്ല. അതുകൊണ്ട് അവരുടെ തീരുമാനം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഹിന്ദു മുന്നോക്ക യാദവേതര പിന്നോക്ക വോട്ടുകളെല്ലാം ഒരുമിച്ചിങ്ങ് പോരട്ടെ, മുസ്ലിങ്ങളെ അപരനാക്കി ശത്രുപക്ഷത്ത് നിർത്തിയാൽ ഈ ഏകീകരണം നടക്കും. ഇതാണ് ഒരു ആസ്പെക്റ്റ്. പക്ഷേ അവരെ മാത്രം കുറ്റം പറഞ്ഞാൽ പോരല്ലോ. ഞങ്ങളുടെ പരാജയം, സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പരാജയം, പരസ്പരം ബഹുമാനിക്കാത്ത നേതാക്കൾ, കുടുംബത്തിൽ തന്നെ കലഹം. ഇവിടെ നോക്കിയാൽ വോട്ടുകൾ ഭിന്നിച്ചു പോയി. 77 തൊട്ട് ഞങ്ങളുടെ കൂടെ നിന്നിരുന്ന അജിത് സിംഗിന് ഇത്തവണ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ 0.7% വോട്ടായിരുന്നെങ്കിൽ ഇത്തവണ 2% വോട്ടുണ്ട്. അജിത് സിംഗിനെ പോലും കൂട്ടിയില്ല. ഞങ്ങൾക്ക് ജനതാദൾ കുർമി വിഭാഗത്തിന് സ്വാധീനമുള്ള 20 മണ്ഡലങ്ങളുണ്ട്, അവിടെ കൂട്ടിയില്ല, ഞങ്ങളെ കൂട്ടിയില്ല. ബീഹാറിലെ പോലെ ഒരു മഹാഗഠബന്ധന് വേണ്ടി ശ്രമിച്ചില്ല. അപ്പോൾ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം അത് പരമാവധി വോട്ടുകൾ സമാഹരിക്കുന്നതിന് പകരം അഖിലേഷ് യാദവ് സ്വന്തം പ്രതിച്ഛായയിൽ ആകർഷനായി മുന്നോട്ട് പോയതിൻ്റെ പരാജയം, സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ എക്കാലത്തെയും വലിയ പരാജയം കൂടിയുണ്ട്. ഞങ്ങളുടെ പരാജയമാണ് BJPയുടെ കൃത്യമാർന്ന വർഗീയ തന്ത്രവുമാണ്. ശ്രീ CL മനോജ്, ഈ 90കളിൽ മുതൽ UPയിലെ രാഷ്ട്രീയത്തെ വിലയിരുത്തുന്ന അതേ പരമ്പരാഗത മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ വിലയിരുത്തൽ തുടർന്നും നടത്തുന്നതെങ്കിൽ ഈ പറയുന്ന പോലെ വർഗീയ ധ്രുവീകരണം, ചില വിഭാഗങ്ങളെ ഒന്നിപ്പിച്ച് നിർത്താൻ അവസാന സമയത്ത് ഏച്ചുകെട്ടുന്ന ഐക്യങ്ങൾ, അതിൽ നിന്ന് വിഘടിച്ച് ആരെയൊക്കെയാണോ കൂട്ടാൻ നോക്കുന്നത് അതിൽ നിന്ന് കുറേ പേരെ അടർത്തിയെടുക്കാനുള്ള സമാന്തര ശ്രമങ്ങൾ, ഇങ്ങനെയൊക്കെയാണോ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെയും വിലയിരുത്തേണ്ടത് ശ്രീ CL മനോജ്? കോൺഗ്രസും SPയും ചേർന്ന് നടത്തുന്ന നീക്കം, അതിൽ നിന്ന് മുസ്ലിം വിഭാഗത്തെ അടർത്തിയെടുക്കാനുള്ള BSPയുടെ നീക്കം, ഞങ്ങൾക്ക് മുസ്ലിങ്ങളെ വേണ്ട എന്ന നിലയിൽ BJP നടത്തുന്ന നീക്കം, ഇങ്ങനെ ധ്രുവീകരിക്കപ്പെട്ടതിന് ശേഷം കിട്ടുന്ന ഫലമാണോ നാം ഇപ്പോൾ വിലയിരുത്തുന്നത്? എൻ്റെ അഭിപ്രായത്തിൽ 2-3 പോയിൻറ്റ്സ് ഉണ്ട്. ഒന്ന്, 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 71 ലോക്സഭാ സീറ്റ് BJP ജയിച്ചപ്പോൾ അത് അസംബ്ലി സെഗ്മെൻറ്റിലേക്ക് ആക്കിയിരുന്നെങ്കിൽ തന്നെ 336 അസംബ്ലി സെഗ്മെൻറ്റ് ഉണ്ടായിരുന്നു. വളരെ ക്ലിയറായിട്ട് BJP അതേപോലെയുള്ള ലീഡ് മെയിൻറ്റെയിൻ ചെയ്തു. അസംബ്ലിയിലും വലിയൊരു വിജയം തന്നെയാണ് അവർ നേടിയിട്ടുള്ളത്. രണ്ടാമത്, ഭാരതീയ ജനതാ പാർട്ടി നേരിട്ടത് ഒരു മുഴുവൻ ഡിസ്ക്രെഡിറ്റഡ് ആയിട്ടുള്ള സമാജ്വാദി അല്ലെങ്കിൽ സോഷ്യലിസം എന്ന് ആളുകളെ കൊണ്ട് ചിരിപ്പിക്കുന്ന ഒരു കുടുംബ ഭരണം നടത്തിയ മുലായം സിംഗ് ഫാമിലിയുടെ റൂളിനെയാണ്. ഒരു സോഷ്യലിസവും ഉണ്ടായിരുന്നില്ല. UPയിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് സമാജ്വാദി പാർട്ടി കേഡറുടെയും യാദവ് ജാതിയുടെയും വലിയ രീതിയിലുള്ള അക്രമങ്ങൾ ഉണ്ടായിരുന്നു. അതിനെതിരായിട്ടൊരു കൺസോളിഡേഷൻ ഉണ്ടായിരുന്നു. BJP അതിനെ മുതൽ എടുത്തു. വളരെ ഭംഗിയായിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. പിന്നെ BJPയുടെ ഇലക്ട്രൽ കാൽക്കുലേഷനും വളരെ സയൻറ്റിഫിക്കായിട്ട് അവർ ജാതി, മതം ഇതെല്ലാം നോക്കിയിരുന്നു. യാദവന്മാരെയും മുസ്ലിംസിനെയും കൺസോളിഡേറ്റ് ചെയ്യാൻ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ശ്രമിച്ചപ്പോൾ യാദവ വിരുദ്ധൻ, കാരണം എല്ലാ ഫേവേഴ്സും യാദവിന് മാത്രം ചെയ്തിട്ടുള്ള ഒരു ഗവൺമെൻറ് ആയിരുന്നു. അവിടെയുള്ള വലിയ ഒരു വിഭാഗം നോൺ യാദവ് OBC ഉണ്ട്, എക്സ്ട്രീം ബാക്ക്വേർഡ് കാസ്റ്റ് ഉണ്ട്. അവരെല്ലാം വളരെ വിദഗ്ധമായിട്ട് വളരെ സയൻറ്റിഫിക്കായിട്ട് ഭാരതീയ ജനതാ പാർട്ടി അവർക്ക് പ്രാതിനിധ്യം കൊടുത്തു. സെൻട്രൽ ഗവൺമെൻറ്റിൽ അവരെ മിനിസ്റ്റേഴ്സിനെ കൊണ്ടുവന്നു. വലിയ രീതിയിൽ ടിക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ നടത്തി.